നമസ്കാരം. ഒളിമ്പിക്സിൽ വിനേഷ് ഫൊഗാട്ടിൻ്റെ ഹർജിയിൽ മേലുള്ള തീരുമാനമെടുക്കാനുള്ള സമയപരിധി കോടതി ഓഗസ്റ്റ് 13 വരെ നീട്ടിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 9:30 തങ്ങളുടെ തീരുമാനം അറിയിക്കുമെന്ന് മുന്നിൽ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കോടതി 72 മണിക്കൂർ കൂടെ സമയം നീട്ടുകയായിരുന്നു. ഇന്ത്യയുടെ ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന് സിൽവർ മെഡൽ ലഭിക്കുന്നതിന് മേലെയുള്ള അപ്പീലിന്മേലാണ് ഡോക്ടർ അന്നബെല്ല ബെന്നറ്റിന് കോടതി സമയം 72 മണിക്കൂർ കൂടി അനുവദിച്ചിരിക്കുന്നത്. ഒളിമ്പിക് ഗെയിംസ് അവസാനിക്കുന്നതിന് മുൻപ് കമ്മിറ്റി അവരുടെ വിധി പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. നാളെ രാത്രി 12:30 പാരീസ് ഗെയിംസിൻ്റെ സമാപന ചടങ്ങ് ആരംഭിക്കുക. അതിനു മുന്നേ കായിക കോടതിക്ക് അവരുടെ തീരുമാനം പ്രഖ്യാപിക്കാനാകില്ല. ചൊവ്വാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 വരെ ഇരു കക്ഷികൾക്കും അധിക തെളിവുകളുണ്ടെങ്കിൽ സമർപ്പിക്കാൻ സമയം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒളിമ്പിക്സിൽ നിന്നുള്ള അയോഗ്യതയ്ക്കെതിരായി വിനേഷ് ഫൊഗട്ടിൻ്റെ അപ്പീൽ പുനഃപരിശോധിക്കാൻ കായിക കോടതി 3 മണിക്കൂർ വാദം നടത്തിയിരുന്നു. കായികവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വ്യവഹാരത്തിലൂടെയോ മധ്യസ്ഥതയിലൂടെയോ പരിഹരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമായ CAS വിനീഷിൻ്റെ അപ്പീൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും വെള്ളിയാഴ്ച വൈകുന്നേരത്തേക്ക് ഹിയറിംഗ് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരുന്നു. വിനേഷിൻ്റെ അയോഗ്യത വഞ്ചനാപരമായ പ്രവർത്തനങ്ങളാൽ അല്ല എന്ന് ഓഗസ്റ്റ് 7 ബുധനാഴ്ച നടന്ന വനിതകളുടെ 50 കിലോഗ്രാം ഗുസ്തി വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ മത്സരത്തിന് മുൻപുള്ള ഭാരോദ്വഹനത്തിനിടെ 100 ഗ്രാം അധിക ഭാരമുള്ളതാണ് കാരണമായതെന്നും വിനേഷിൻ്റെ അഭിഭാഷക സംഘം വാദിച്ചു. വിഷയത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് വിനേഷിനെ പ്രതിനിധീകരിച്ചത് മുതിർന്ന അഭിഭാഷകരായ ഹരീഷ് സാൽവെ, വിദുഷ്പത് സിംഘാനിയ എന്നുള്ളവർ ഒളിമ്പിക് അസോസിയേഷൻ വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു.